യേശു മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. Welcome to Assam Mission. പല ജാതിയിലും ഉൾപ്പെട്ട ജനതകളുടെ ഒരു സമ്മേളനമാണ് ഈ രൂപത. വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ഭൂപ്രകൃതിയുടെ അവർണ്ണനീയമായ സൗന്ദര്യം പ്രകടമാക്കുന്ന സമയമാണിത്. ആസാമിൽ പ്രധാനമായും 2 മേഖലകളാണുള്ളത്. ഒന്ന് മുകൾ പരപ്പിലുള്ള അപ്പർ ആസാം, പിന്നെ താഴ്വാരത്തിലുള്ള പരന്നു കിടക്കുന്ന ലോവർ ആസാം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന മിഷൻ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ അപ്പർ ആസാമിലാണ്. എൻ്റെ പേര് ഫാദർ ടോമി തോമസ് ആനിക്കുഴിക്കാട്ടിൽ എന്നാണ്. ഞാൻ ചെറുപ്പത്തിൽ ആസാമിലേക്ക് വന്ന് 7ാം ക്ലാസ് മുതൽ ഇവിടെ തന്നെ പഠനം നടത്തി വൈദ്യനായി ഇപ്പം മിഷനിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ഞാൻ പല ഇടവേളയിലും വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ഉംസ്വായി എന്ന ഒരു മിഷൻ സ്റ്റേഷനാണ്. അത് ഗുവാഹത്തി ടൗണിൽ നിന്ന് 130 കിലോമീറ്റർ ദൂരെ ആണ് ഈ സ്ഥലം. പട്ടണങ്ങളിൽ നിന്നും ഒത്തിരി ദൂരെ റിമോട്ട് ഏരിയയിലുള്ള ഒരു സ്ഥലമാണ്. കമ്മ്യൂണിക്കേഷനും അത്രയില്ല, വെഹിക്കിൾ കൺവീനിയൻസും കുറവാണ്, നെറ്റ്വർക്കും ഇല്ലാത്ത ഒരു സ്ഥലം. ഇലക്ട്രിസിറ്റി മുതലായ പല കാര്യങ്ങളും ആവശ്യത്തിനില്ലാത്ത ഒരു സ്ഥലമാണ്. ഈ മിഷൻ 1974 സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയ സ്റ്റേഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പോഴൊരു ഇടവകയാണ്. ഈ കഴിഞ്ഞ കൊല്ലമാണ് ഇതിൻ്റെ 100 കൊല്ലത്തെ ജൂബിലി ആഘോഷിച്ചത്. ഉംസ്വായി ആസാമിന്റെ മേൽത്തട്ടിലുള്ള മിഷൻ സ്റ്റേഷനായ ഉംസ്വായി. മലമുകളിലുള്ള മിഷൻ സ്റ്റേഷനിലേക്കുള്ള യാത്ര ഹൃദയസ്പർശിയായിരുന്നു. ദിഫുവിൽ നിന്ന് ഏതാണ്ട് 250 കിലോമീറ്റർ അകലെയാണ് ഈ ഉംസ്വായി മിഷൻ ഇടവക സ്ഥിതി ചെയ്യുന്നത്. ഉംസ്വായി പ്രദേശവാസികൾക്ക് ഇന്ന് ആഘോഷത്തിൻ്റെ ദിനമാണ്. തൊഴിലെല്ലാം മാറ്റിവെച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് എത്തുകയാണ് ഇവർ കുടുംബസമേതം. ഇവരിൽ പലരും പല ഗോത്രത്തിൽപ്പെട്ടവരാണ്. മുഖത്തിൻ്റെ ലക്ഷണത്തിലും വസ്ത്രധാരണത്തിലുമൊക്കെയാണ് ആ വ്യത്യാസം കാണാവുന്നതെന്ന് മിഷണറിമാർ പറയുന്നു. ഉംസ്വായിയിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള മിഷൻ ഇടവക ദേവാലയമാണിത്. ആസാം മിഷൻ കൗദാശികതയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിപ്പോരുന്നത്. ഓരോ കൂദാശയുടെയും പ്രസക്തിയെക്കുറിച്ച് ഇന്ന് ഈ ജനത്തിന് അറിവുണ്ട്. അത് ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെയാണ് അതിൽ പങ്കെടുത്തു പോരുന്നതും. അതിലൂടെ
ഓരോ ദിവ്യബലിയും ഒരു അനുഭവമായി മാറുകയാണ് ഇവിടെ. ഉംസ്വായ് ഇടവകയുടെ വളരെ സവിശേഷത നിറഞ്ഞ ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഞായറാഴ്ചകളിലും ഈ ഇടവക ദേവാലയത്തിൽ ഒരു കുർബാന മാത്രമാണ് അർപ്പിക്കപ്പെടുന്നത്. കാരണം അതിനുശേഷം ദൂരെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോയി മിഷണറിമാർക്ക് കുർബാന ചൊല്ലേണ്ടതുണ്ട്. കർബി ഭാഷയിലുള്ള ക്രിസ്തീയ ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. ഞാനിപ്പം സേവനമനുഷ്ഠിക്കുന്ന ഉംസ്വായ് എന്ന പാരിഷിലാണ്. ഈ പാരിഷിൽ 3000-ഓളം കത്തോലിക്കരുണ്ട്. 20 കമ്മ്യൂണിറ്റീസ് ആണുള്ളത്. ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഇടവകയിൽ 3 കൂട്ടരാണുള്ളത്. അവരുടെ പേര് തീവ എന്ന ഒരു കൂട്ടർ. അവരാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ സമൂഹം. അത് കഴിഞ്ഞ് കർബി എന്ന കൂട്ടരാണ്. പിന്നീട് കാസി എന്ന കൂട്ടർ. 3 ഗോത്രവിഭാഗങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പിന്തുടർന്നു പോരുന്നത്. കുർബാനയുടെ പ്രവേശനഗാനം ആലപിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിരുമുമ്പിൽ ഇവർ പരമ്പരാഗത നൃത്തം കാഴ്ചയായി അവതരിപ്പിക്കുന്നു. അത് ഇവിടുത്തെ ജനത്തിൻ്റെ സംസ്കാരത്തെ ദൈവ തിരുസന്നിധിയിൽ ആദരിച്ചുയർത്തുന്നതിൻ്റെ തെളിവാണ്. മിഷണറിമാർ ഇവിടെ വന്ന നാൾ മുതൽ ഇതര ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള വേർതിരിവ് തീരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് മറ്റു ഗോത്രവിഭാഗങ്ങളുടെ ഭാഷയെയും സംസ്കാരത്തെയും അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഉത്സാഹമുണ്ട്. Pantar Piga Council ni Osana Pantau Betino Tibor ഉംസ്വായ് പാരിഷിൽ ഇന്ന് വലിയൊരു പ്രത്യേക ദിനമാണ്. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഇടവയിലുള്ള പലർക്കും 200ഓളം ആൾക്കാർക്ക് ഇന്ന് സ്ഥൈര്യലേപനം ലഭിക്കുന്ന ഒരു ദിനമാണ്. ഇന്ന് ഞങ്ങളുടെ പിതാവ് പോൾ മറ്റക്കാട്ട് വരേണ്ട ദിനമായിരുന്നു. ഈ കടങ്ങളിൽ ചേർന്ന് സ്ഥൈര്യലേപനം കൊടുക്കുവാൻ. പക്ഷേ പിതാവിന് മലേറിയ പിടിച്ച് അസുഖമായതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റില്ലാത്തതുകൊണ്ട് പിതാവിന് പകരം മാത്യു തോമസ് അച്ഛൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ചടങ്ങിൽ നിങ്ങൾ കാണാം 200ഓളം ആൾക്കാർ സ്ഥൈര്യലേപനം ലഭിക്കുന്നത്. ഇതൊരു വലിയൊരു ദൈവാനുഗ്രഹവും വലിയൊരു അനുഭവമാണ് ഞങ്ങളുടെ പാരീഷിൽ. ഇവരെ 3 ദിവസം പ്രിപ്പറേഷൻ കൊടുത്ത് പഠിപ്പിച്ച് തയ്യാറാക്കി ഇന്ന് ഇവർ ഈ സ്ഥൈര്യലേപനം ലഭിക്കുന്നു. ദിഫു രൂപതയുടെ പിതാവിൻ്റെ പ്രത്യേക അനുഗ്രഹാശിസുകളോടെയുള്ള അനുമതിയുമായി പരിപൂർണമായ പ്രാർത്ഥനാ ചൈതന്യത്തിലായിരുന്നു മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ ചടങ്ങ് നടത്തപ്പെട്ടത്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം
8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. മാമോദീസ പേര് ചൊല്ലി ക്രിസം തൈലം പൂശി പരിശുദ്ധാത്മാവിനെ തിരിച്ചറിവോടെ തങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരീകരിക്കുകയാണ് ഇവിടെ. അർത്ഥിയുടെ കവിളിൽ മൃദുവായി തട്ടിക്കൊണ്ട് പുതിയ ഒരു മനുഷ്യനാക്കി ദൈവസമക്ഷം പരിശുദ്ധാത്മാവിനാൽ സ്ഥിരീകരിക്കുന്നു ഈ സ്ഥൈര്യലേപനത്തിലൂടെ. 10 വയസ്സു മുതൽ മേൽപോട്ടുള്ളവർക്കാണ് ഈ കൂദാശ ഇവിടെ നൽകിപ്പോരുന്നത്. ഏകദേശം തിരിച്ചറിവുണ്ടാകുന്ന പ്രായം. ബി സീൽഡ് വിത്ത് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന അഭിഷിക്തന്റെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ 7 ഫലങ്ങളെ ബോധ്യത്തോടെ ഉൾക്കൊള്ളാൻ ഈ കൂദാശ സഹായിക്കുന്നു. ഞങ്ങളുടെ ഈ ഇടവക കർബി ആങ്ലോങ് എന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഡിഫു ഡയസിസിൻ്റെ കീഴിലാണ്. കർബി ആങ്ലോങ്ങിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കർബിയാണ്. കർബിക്കാർ നമ്മുടെ മലയാളത്തിൽ പറയും നമസ്കാരം എന്ന് പറയുന്നത് ഖർദം എന്നാണ്. അതുപോലെ തന്നെ വേറൊരു കൂട്ടർ കാസി എന്ന കൂട്ടർ വിഷയ എന്ന് കുബ്ളെ എന്നാണ്. എൻ്റെ ഇടവയിൽ കൂടുതലായിട്ടുള്ളവർ തീവ എന്ന കൂട്ടരാണ്. അവരെല്ലാവരെയും വിഷയെന്ന് സേവ. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സേവ തന്നുകൊള്ളുന്നു. കർദോം, കുബ്ലെ എന്നീ വാക്കുകൾ കൂടാതെ മറ്റൊരു അഭിസംബോധനാ വാചകമാണ് സേവ. കുർബാന കഴിഞ്ഞ് പള്ളി വിട്ടാൽ ഇവിടെയുള്ളവരുടെ പ്രധാനപ്പെട്ട രീതിയാണ് അന്യോന്യമുള്ള ഈ നന്ദി പ്രകടനം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മുഖോയ്ദുറം. മുഖോയ്ദുറം ഞങ്ങളുടെ ഇടവക മുൻസായ ഇടവകയുടെ ഒരു 20 ഗ്രാമങ്ങളുള്ള ഒരു ഗ്രാമമാണ്. നമ്മുടെ കത്തോലിക്ക കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലം. മുഖോയ്ദുറം ഗ്രാമത്തിൽ 14 കുടുംബങ്ങൾ കത്തോലിക്കരുണ്ട്. അവർക്കൊരു പള്ളി ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ആയിട്ട് എന്നും ഞായറാഴ്ച വന്ന് വർഷിപ്പ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടൊരു പള്ളി പോലെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഈ പുല്ലും കൊണ്ട് മേയിരിക്കുന്ന ഒരു ടെമ്പററി ആയിരുന്നു. മഴക്കാലമൊക്കെ ആകുമ്പം വെള്ളം ചോരുന്നു, ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഒരു നല്ലൊരു പള്ളി ഉണ്ടാക്കാമെന്ന് ഒരു ഉദ്ദേശിച്ച് ഇപ്പോൾ ഇന്ന് നമ്മൾ പരിപാടിക്ക് പോകുന്ന ഒരു പുതിയ പള്ളിയുടെ ഇനോഗ്രേഷൻ ചെയ്യാനും ബ്ലെസ്സിങ് നടത്താനുമാണ്. മുഖോയ്ദുറം കർബി ആംലോങ് പ്രവിശ്യയിലെ ഉംസ്വായ് ഇടവകയുടെ പരിധിയിലുള്ള ഒരു ഗ്രാമം. മനോഹരമായ ഒരു ദേവാലയം പടുത്തുയർത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ ജനത. തീവ ഗോത്രവിഭാഗത്തിൻ്റെ സന്തോഷപ്രകടനമാണ് ഈ പരമ്പരാഗത നൃത്തം.
ഞാൻ ഈ ഇടവകയിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇടവകയിൽ നിന്ന് ഈ വഴിയെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് ഇന്ന് സാധിച്ചു കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ ആ സ്വപ്നം മുഖോയ്ദൊറം എന്ന ഈ ഗ്രാമത്തിൻ്റെയും കൂടി ചിരകാല സ്വപ്നമായിരുന്നു. ഇവിടുത്തെ ജനം സേവാ ചൊല്ലി മിഷണറിമാരോട് സ്നേഹാദരവ് പ്രകടിപ്പിക്കാനായി കാത്തുനിന്നു. അത്രയ്ക്ക് നന്ദിയുള്ള ഹൃദയത്തിനുടമകളാണ് ഇവിടുത്തെ ജനങ്ങൾ. സ്വന്തം കൈകൾ കൊണ്ട് നെയ്ത കമ്പിളി ഷാൾ തങ്ങളുടെ നന്ദി സൂചകമായി അണിയിച്ച് സ്വീകരിക്കുന്നു. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ പുതിയ ദേവാലയത്തിലേക്കായിരുന്നു. ഇത്രയ്ക്ക് പ്രൗഢഗംഭീരമായ വേറൊരു കെട്ടിടം ഈ മുഖോയ്ദൊറം ഗ്രാമത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ കാണുന്ന മുളകളുടെ പടികൾ ഇവിടേക്ക് വന്നിട്ടുള്ള ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി സജ്ജീകരിച്ച ഇരിപ്പിടങ്ങളാണ്. മുള ആസാം ജനതയുടെ സന്തത സഹചാരിയാണല്ലോ. ഈ സമയം തയ്യാറാക്കിയിരുന്ന ഇരിപ്പിടങ്ങളിലെല്ലാം ജനം ഇരുന്നു കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പായിരുന്നു ആ മഹാചടങ്ങിൻ്റെ ഒരു ഭാഗമാകാൻ. കുറച്ചു നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന കവാടത്തിലെ റിബൺ മുറിക്കപ്പെട്ടു. ഇവിടുത്തെ പ്രധാന കാറ്റക്കിസ്റ്റാണ് അത് നിർവഹിച്ചത്. ദൈവത്തിൻ്റെ പരമോന്നതമായ ഇടപെടൽ മൂലമാണ് തീരെ ഒറ്റപ്പെട്ട ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ദേവാലയം ലഭിച്ചതെന്ന് ഇവിടെയുള്ളവർക്ക് അറിയാം. ദൈവത്തിൻ്റെ ഈ പുതിയ ആലയത്തിൽ കാറ്റത്തും മഴയത്തും സധൈര്യം ഇനി കുർബാനയിൽ പങ്കുകൊള്ളാമല്ലോ എന്ന പ്രതീക്ഷയോടെ. ഇനിയുള്ളത് ദേവാലയത്തിന് ചുറ്റുമുള്ള വെഞ്ചരിപ്പ് ചടങ്ങാണ്. തീവ ജനതയുടെ ഒരു മനോഹര നൃത്തമാണ് സന്തോഷസൂചകമായി വെഞ്ചരിപ്പിന് അകമ്പടിയായി നടത്തുന്നത്. തങ്ങളുടെ ഈ ദേവാലയത്തെ എല്ലാ തരത്തിലുമുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്നും ദുഷ്ടശക്തിയുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന ഉൾപ്രാർത്ഥനകൾ എല്ലാവരാലും നടക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു സ്വപ്ന കൂടാരമായി മാറിയിരുന്നു ഈ ദേവാലയം. നിർമ്മാണ പ്രവർത്തനത്തിനായി തങ്ങളുടെ തുച്ഛമായ വരുമാന മാർഗത്തിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിരുന്നത് ഒട്ടിയ വയറുമായിട്ടായിരുന്നു. ആ സമയത്തും ഇവരുടെ പട്ടിണിയാലുള്ള മുഖത്തെ ക്ഷീണം പുഞ്ചിരി കൊണ്ട് മറയ്ക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ലായിരുന്നുവെന്നാണ് മിഷണറിമാർ പറയുന്നത്. ഇന്ന് ഈ മുഖോയ്ദൊറം ഉണർവിൻ്റെ പാതയിലാണ്. ആത്മീയതയുടെ ആവേശത്താൽ ഉല്ലാസഭരിതരുമാണ്. ഇടനെഞ്ചിലെ തങ്ങളുടെ വിശ്വാസത്തെ അഭിമാനത്തോടെ ഏറ്റുചൊല്ലുകയാണ് ഇവിടുത്തെ യുവതി യുവാക്കൾ. മിഷണറിമാർ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മീയമായ ആഘോഷത്തിലാണ് ഈ ജനത. മിഷണറിമാരെ സംബന്ധിച്ച് ഇനിയും ഇതുപോലെ അനേകം ഗ്രാമങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതിനേക്കാളും ദയനീയമായ അവസ്ഥയിലുള്ള ദേവാലയങ്ങളുമുണ്ട്. അവ പടുത്തുയർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുമുണ്ട്.
ഓർത്തു നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ദേവാലയങ്ങളുടെ സൗകര്യങ്ങൾ നന്ദിയോടെ അനുഭവിക്കുമ്പോഴും കുറെ അകലെയായി ഒരു പറ്റം ജനം വെയിലത്തും മഴയത്തും കുർബാനയർപ്പിക്കുന്നു എന്ന സത്യം നാം മറക്കാനിടവരരുത്. ഇവർക്കു വേണ്ടിയും നാം നിലകൊള്ളേണ്ടതുണ്ട്, നല്ലൊരു മിഷണറി ആവാൻ. ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് കാണാൻ പറ്റും പള്ളി വെഞ്ചരിപ്പും. നമ്മുടെ പിതാവ് വന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ അസുഖമായിട്ട് വരാൻ സാധിച്ചില്ലാത്തതുകൊണ്ട് ഫാദർ മാത്യു തോമസ് വന്ന് ഇന്നത്തെ പരിപാടികളെല്ലാം നടത്തി സാധിച്ചു തന്നു. നമുക്ക് കാണാൻ പറ്റും യുവജനങ്ങൾ നല്ല പോലെ സഹകരിച്ച് പാട്ട് പാടുകയും മറ്റാളുകളെല്ലാം വരുന്നവർക്കെല്ലാം വേറെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന നമ്മൾ കാണാൻ സാധിച്ചു. ഇന്ന് തങ്ങളുടെ പുതിയ ദേവാലയത്തിൽ പ്രവേശിച്ച് 3 അത്യാവശ്യങ്ങൾ പ്രാർത്ഥിച്ചു നേടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പനമ്പും പുല്ലും കൊണ്ടുള്ള ഈ പഴയ ദേവാലയം വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിലനിർത്തിയിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടുള്ള പ്രത്യേക ഓർമ്മയ്ക്കായിട്ട് കൂടിയാണ് ഈ ഡിവൈൻ മേഴ്സി ദേവാലയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. യുവതി യുവാക്കളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എന്നും ആസാം മിഷൻ മുൻപന്തിയിലാണ്. അവരുടെ സർഗാത്മകമായ കഴിവുകളെ പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന വേദികളിലെല്ലാം തന്നെ സമയം കണ്ടെത്തി അവതരിപ്പിക്കാൻ അവസരം നൽകുന്നു. തീവ ഗോത്രവിഭാഗത്തിൻ്റെ ഭക്ഷണ രീതിയിൽ പ്രധാനമായും പുഴുങ്ങിയെടുത്ത വിഭവങ്ങളാണ്. മുട്ട, പച്ചക്കറി, മാംസം ഇവ തയ്യാറാക്കുമ്പോൾ മസാല ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലാത്തവരാണ് ഇവരെന്ന് മിഷണറിമാർ പറയുന്നു. എന്നിരുന്നാലും മിഷണറിമാർക്കുള്ള വിഭവങ്ങൾ അവരുടെ രുചി എന്തെന്ന് കണ്ടെത്തി മനസ്സിലാക്കി തയ്യാറാക്കി വിളമ്പുന്നത് ഇവരുടെ സ്നേഹത്തിൻ്റെ മറ്റൊരടയാളമായി കാണുന്നു. There's a beautiful place in the world, Northeast India. There is mist and magic in the air, Northeast India.